ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 3 കരയാമ്പൂ, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ടി വരും. അപ്പോൾ സവാള ഒന്നും പകുതിയോളം വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്നും പോകുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് എരിവൊന്നും അധികം കൂടില്ല. അപ്പോൾ കാശ്മീരി മുളക് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കറിക്ക് ചെറിയൊരു റെഡ് കളർ വരാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പകുതിയോളം ഒന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പോൾ തക്കാളി പകുതിയോളം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ 1/2 കിലോ അത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം ലൂസായിട്ടുള്ള ഗ്രേവിയല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ഗ്രേവിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട കാരണമാണ് ഈ ഒരു കളർ വന്നത്. നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് കിട്ടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.